നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. ഭവന നിർമ്മാണത്തിനും സമഗ്ര കുടിവെള്ള പദ്ധതിക്കും റോഡ് വികസനത്തിനും മുൻഗണന നൽകി നിലമ്പൂർ നഗരസഭാ ബജറ്റ്. നഗരസഭയുടെ 5ാമത്തെ ബജറ്റാണ്. നഗരസഭ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ചത്. അതേസമയം UDFും BJPയും ബജറ്റ് ബഹിഷ്കരിച്ചു. വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളിൽ സുസ്ഥിരമായ വളർച്ച സൃഷ്ടിക്കാൻ മാർഗനിർദ്ദേശം നൽകുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ വ്യത്യസ്ത മേഖലകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാ ജനതയും അതിന്റെ പ്രയോജനം എത്തിക്കുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമാണ്. നിലമ്പൂർ നഗരസഭയുടെ 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബജറ്റാണ് അംഗീകാരത്തിന് വേണ്ടി സഭയുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. 2021 ചുമതലയേറ്റ ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റാണിത്. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സാർത്ഥകമായ 4 വർഷങ്ങളാണ് കടന്നുപോയത്. ഏറെ ആത്മവിശ്വാസത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും ഈ ബജറ്റ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും എല്ലാവർക്കും അതിന്റെ പ്രയോജനം ഉണ്ടാകാനും വിടവുകൾ നികത്താനും വ്യക്തികളെയും സമൂഹത്തെയും ശാക്തീകരിക്കാനും നമുക്ക് കഴിയാം. വളരെയധികം പ്രതിബദ്ധതയോടും വ്യക്തമായ ലക്ഷ്യബോധത്തോടെയും കൂടിയാണിത് അടുത്ത 1 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വാർഷിക ബജറ്റ് കേവലം ഒരു സാമ്പത്തിക റിപ്പോർട്ട് മാത്രമായി ലഘൂകരിച്ച് കാണാനാവില്ല. നമ്മുടെ പുരോഗതിയിലേക്കുള്ള ഒരു ദിശാസൂചിക തന്നെയാണിത്. നിലമ്പൂർ നഗരസഭയുടെ 2024-25 വർഷത്തെ പുതുക്കിയ ബജറ്റും 2025-26 മതിപ്പ് ബജറ്റുമാണ് അവതരിപ്പിച്ചത്. 18,18,08,528 രൂപ നീക്കിയിരിപ്പുള്ള മതിപ്പ് ബജറ്റാണ് അവതരിപ്പിച്ചത്. സമസ്ത മേഖലകൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ജനക്ഷേമകരമായ ബജറ്റാണ് LDF ഭരണസമിതിക്ക് വേണ്ടി അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ചത്. സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് 10 കോടി നീക്കിവെച്ചിട്ടുണ്ട്. വിവിധ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 3.5 കോടിയും വിവിധ റോഡുകളുടെ നിർമ്മാണത്തിന് 2.5 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. ഭവനരഹിതരായ 250 പേർക്ക് വീട് നിർമ്മിക്കാൻ 5 കോടിയും ലഹരി വിമുക്ത നിലമ്പൂരിന്റെ ഭാഗമായി 6 ലക്ഷം രൂപ കൌൺസിലിംഗ് സെന്റർ, യൂത്ത് ബ്രിഗേഡ് എന്നിവയ്ക്ക് മാറ്റിവെച്ചിട്ടുമുണ്ട്. 60 കഴിഞ്ഞ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് നൽകാൻ 5 ലക്ഷം, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സഹായമായി 18 ലക്ഷം, ആശാ വർക്കർമാർക്ക് ടാബ്, അംഗനവാടി വർക്കർമാർക്ക് ടാബ് എന്നിവയ്ക്ക് 5 ലക്ഷം വീതവും നീക്കിവെച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേയുള്ള ബജറ്റിൽ എല്ലാ മേഖലകളെയും പരമാവധി ഉൾപ്പെടുത്താനും ജനപ്രിയമാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ആരോഗ്യ, കാർഷിക മേഖലകൾക്കും പരിഗണന നൽകുന്നുണ്ട്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നടത്തിയ ആമുഖ പ്രസംഗത്തിൽ 4.5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എടുത്തുകാട്ടി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന് ബജറ്റ് അവതരിപ്പിക്കാൻ ധാർമ്മിക അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അംഗങ്ങളും ബജറ്റ് അവതരണത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനതാദൾ S അംഗം ഇസ്മായിൽ എരഞ്ഞിക്കൽ ബജറ്റിലെ പദ്ധതികൾ പ്രഖ്യാപനത്തിലൊതുങ്ങുന്നുവെന്ന് ചർച്ചയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്.